ഹായ് വെൽക്കം ബാക്ക് ടു ടെൻറ്റുലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ NMMS പരീക്ഷ എഴുതാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് NMMS പരീക്ഷ എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആ പ്രിപ്പറേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നാളെയാണ് എക്സാം. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ ആവുന്നു വേണ്ട. ഒരു സാധാരണ പരീക്ഷയായിട്ട് മാത്രം NMMS പരീക്ഷയെ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മിഡ് ടേം എക്സാം, സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ NMMS പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സാമിൻ്റെ മൊത്തത്തിലുള്ളൊരു ചൂടിൽ തന്നെ ആയിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു എക്സാമിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ ഒന്നും വേണ്ട ആവശ്യമില്ല. നേരിട്ട് എക്സാം എഴുതി നല്ല രീതിയിൽ തിരിച്ചു വരിക. എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് രാവിലെ മാറ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ പ്രാക്ടീസും ഒക്കെ നിങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. മാറ്റിൽ മാക്സിമം സ്കോറിങ് അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സ്റ്റാറ്റ് പരീക്ഷ, ഉച്ചയ്ക്ക് ശേഷം വരുന്ന സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പരീക്ഷ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഊർജത്തോടു കൂടി, ഇതിൽ നിന്ന് കിട്ടിയ ഊർജത്തോടു കൂടി നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പർ സ്റ്റാറ്റ് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, NMMS പരീക്ഷ സാധാരണ പരീക്ഷയായിട്ട് കണ്ട് ആ ഒരു ലാഘവത്തോടെ പോയിട്ട് വേണം കാണാൻ. അധികം ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ, NMMS പരീക്ഷ എന്ന് പറഞ്ഞാൽ വർഷം തോറും നടത്തുന്ന പരീക്ഷയാണ്. കേരളത്തിലുള്ള എയ്ഡഡ് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും എഴുതുന്ന പരീക്ഷയാണ്. നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രിപ്പറേഷനിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്താൽ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഇല്ലെങ്കിൽ ഇനിയും മത്സര പരീക്ഷകൾ ധാരാളമുണ്ട്. NTSC പോലെയുള്ള സ്കോളർഷിപ്പ് അടുത്ത വർഷം ഉണ്ടാകും. ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഇതൊരു NMMS എന്നുള്ളത് അവസാന പരീക്ഷയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പരീക്ഷയ്ക്ക് പോവുക, ഫ്രീ മൈൻഡായിട്ട് പോവുക. എങ്കിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നാളത്തെ രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ, നാളെ രാവിലെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ സെൻറ്ററുകൾ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സെൻറ്ററുകളായിരിക്കും. അവിടെ നേരത്തെ തന്നെ എത്തുക. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ, ഉച്ചയ്ക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതും. അത് സാധാരണ പറയേണ്ട ഇതല്ല. അപ്പോൾ ആ ഒരു കൂൾ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കുക. പിന്നെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ആ പരിസരത്തും മറ്റും കുട്ടികളൊക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ അത് പഠിച്ചോ, നീ ഇത് നോക്കിയോ, അതിലൊന്നും ഭാഗവാക്കാവാതെ, അതിലൊന്നും നിങ്ങൾ കയറി തല വെച്ച് കൊടുക്കാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാത്രം ഏരിയാസ് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ ഫൈനൽ റിവിഷൻ നടത്തണമെങ്കിൽ അത് നടത്തിയിട്ട് കൂടുതൽ ഡിസ്കഷനൊന്നും പോവാത്തതാണ് നല്ലത്. കാരണം അത്തരത്തിലൊരു ഡിസ്കഷന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ, ഞാനത് നോക്കിയില്ലല്ലോ, ഞാനത് പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഡിസ്കഷനിലും ഫർദർ സ്റ്റഡീസിനൊന്നും പോവാതെ നോക്കിയിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് മറിച്ച് നോക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ അതും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് നന്നായിട്ട് നല്ലൊരു ഫ്രീ മൈൻഡോട് കൂടി എക്സാമിനേഷൻ ഹാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റാണ് മെൻ്റൽ എബിലിറ്റിയെ നിയന്ത്രിക്കുന്നത്. മെൻ്റൽ എബിലിറ്റിയിൽ നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് നിന്നാൽ നല്ല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ കയറേണ്ടത്. ഓക്കെ, അതിനുശേഷം 11:30-ക്ക് ശേഷം പിന്നെ പരീക്ഷ വരുന്നത് 2 മണിക്കൂറോളം ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് സാറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വീണ്ടും നിങ്ങൾക്ക് അവസരമുണ്ട്. സാറ്റിലെ ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യാനോ, അതും ആ സമയത്ത് പുതിയ കാര്യങ്ങളൊന്നും പഠിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഫർദർ ഡിസ്കഷനും ആവശ്യമില്ല. സാറ്റിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പഠിച്ചതൊക്കെ ഇനഫ് മതി. ഇനി ബാക്കിയുള്ളത്
നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ ഒരു 1.5 മണിക്കൂർ 90 മിനിറ്റ് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നിങ്ങളുടെ വിജയം എന്നുള്ളത്. അപ്പൊ നല്ല കൂൾ മൈൻഡായിട്ട് നിന്നാൽ ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അനായാസം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പൊതുവെ ഞാൻ പറയാറുള്ളത്. ആ രീതിയിൽ നിങ്ങൾ പരീക്ഷയെ കണ്ടാൽ മതി. അപ്പൊ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഒരു കാര്യത്തിനും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. NMMS പരീക്ഷ എന്നുള്ളത് നമ്മൾ ക്വാളിഫൈ ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസം വേണം. പക്ഷെ ആ ആത്മവിശ്വാസം കൂടി അത് എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള രീതിയിൽ വെറുതെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആ 90 മിനിറ്റ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പേപ്പറിലുള്ള മാർക്കിങ്. അപ്പൊ ടെൻഷൻ ആവേണ്ട. അതുപോലെ തന്നെ OMR ഷീറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് എങ്ങനെ OMR ഷീറ്റ് ഫിൽ ചെയ്യുന്ന എന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും ചേർക്കാം. OMR ഷീറ്റ് കയ്യിൽ കിട്ടിയാൽ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കുക, ഇൻവിജിലേറ്റർ തരുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റ് പാലിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഞാൻ പറയാണ്. വീണ്ടും പറയാണ്, ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, വിട്ടുകളയ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ദെൻ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ല LSS USS ഒക്കെ പരീക്ഷ എഴുതിയവരായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരും ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി 9562 654789 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉടനെ മറുപടി നൽകാം. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ടേൺ ടു ലേണിന്റെ വിജയാശംസകൾ. ഓക്കെ, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഗുഡ് ബൈ.